അടുത്തത് മൂന്നാമത്തെ ലക്ഷണം അനന്തം എന്നാണ്. അനന്തം എന്ന് പറഞ്ഞാൽ അതിരുകൾ ഇല്ലാത്തത്, അനന്തമായത്, എവിടെയും അവസാനമില്ല. എവിടെയും അവസാനമില്ലാത്തൊരു സാധനത്തിന് ആദ്യവും ഉണ്ടാവില്ല, അനന്തമായതിന് തുടക്കവും ഉണ്ടാവില്ല. എന്തിനെങ്ങനെ അനന്തം എന്ന് പറയാൻ കാരണം? മുമ്പ് പറഞ്ഞു ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് എന്ന് പറഞ്ഞു. അനന്തമായതിലേ ആനന്ദമുണ്ടാവുള്ളൂ, അല്ലാത്തതിൽ ആനന്ദമുണ്ടാവില്ല. ഭൂമാവൈ തത് സുഖം ന അൽപേ സുഖമസ്തി, ഇങ്ങനെ പറയാം ഉപനിഷത്തിൽ. എന്ന് പറഞ്ഞാൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത്, അതിരുകളില്ലാതെ ഇരിക്കുന്നത്, അതാണ് ആനന്ദം. ന അൽപേ സുഖമസ്തി എന്ന് പറഞ്ഞാൽ അല്പമായിട്ട് കുറഞ്ഞിരിക്കുന്നതിൽ, മുറിഞ്ഞിരിക്കുന്നതിൽ ദുഃഖമാണ്, ആനന്ദമില്ല. ഇവിടെ നമ്മൾ ആലോചിക്കാനുള്ളൊരു കാര്യം, അനന്തം എന്ന് പറയുമ്പോൾ അതിരുകളില്ല. എന്തൊക്കെയാണ് നമ്മളുടെ അതിരുകൾ? കാലം കൊണ്ട് വിഭജിക്കപ്പെടുക, ദേശം കൊണ്ട് വിഭജിക്കപ്പെടുക, വസ്തു രൂപം കൊണ്ട് വിഭജിക്കപ്പെടുക. അപ്പം കാലം, ദേശം, വസ്തു ഇങ്ങനെ അതിരുകളില്ലാതിരിക്കുന്നത് എന്താണോ അത് ബ്രഹ്മം. കാല, ദേശ, വസ്തു പരിച്ഛേദ ശൂന്യം എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാ രൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണോ അത് ബ്രഹ്മം. അങ്ങനൊരു സാധനമുണ്ട് എല്ലാ കാലത്തുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞതുള്ളൂ, സത്യം എന്ന വാക്കിൽ നമ്മൾ കണ്ടു, അവസ്ഥാത്രയങ്ങളിലും കാലത്രയങ്ങളിലും എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവസ്ഥാത്രയങ്ങളും കാലത്രയങ്ങളുമായി മാറിയത് ബ്രഹ്മമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂതവും ഭാവിയും വർത്തമാനവും ബ്രഹ്മമാണെങ്കിൽ ഭൂതം, ഭാവി, വർത്തമാനം എന്ന അതിരുകളുണ്ടോ? കാലത്തിന് അതിരുകളില്ല. ഞാൻ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഞാൻ നോക്കി പറയുന്നതാണ് അതൊക്കെ. ഇപ്പം എൻ്റെ ഭൂതകാലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് അത് ഭൂതകാലം. വേറൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഓരോരുത്തരുടെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പം നമ്മൾ ഓരോ വ്യക്തിയുടെയും ഈ കാലം വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അത് അയാൾ അജ്ഞാനത്തിലായത് കാരണമാണ്. ശരിക്കും നോക്കിക്കഴിയുമ്പോൾ ഈ കാലം എവിടെ നിന്നുണ്ടായി? ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ഭൂതമായതും വർത്തമാനമായതും ഭാവിയായതും ഒക്കെ കാലമാണെങ്കിൽ ഭൂതം, ഭാവി, വർത്തമാനം എന്ന അതിരുകൾ ഉണ്ടായിട്ടേയില്ല. നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ അറിയുന്ന കാര്യമാണത്. അപ്പോൾ എല്ലാ കാലത്തും എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്, കാലം എന്ന അതിരുകൾ ഇല്ലാത്തത് ബ്രഹ്മം. ദേശം, ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയാണ്? ഇപ്പം ഞാനിവിടെ മഹാരാഷ്ട്രയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത്, ഞാനിരിക്കുന്ന സ്ഥലത്താണ്, വേറെ സ്ഥലത്ത് ഞാനില്ല. ദേശങ്ങളെ കൊണ്ട് വിഭജിക്കപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുമുള്ളത് എന്ന് പറഞ്ഞാൽ സർവവ്യാപി ആയിരിക്കുന്നത്. സർവവ്യാപി ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു തെറ്റിദ്ധാരണ വരാനുള്ളത് എല്ലാത്തിലും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഇപ്പം വിശ്വം വിഷ്ണു അഷട്കാരോ ഭൂത ഭവ്യ ഭവത് പ്രഭു, നമ്മൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ വിശ്വമായിരിക്കുന്ന, വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു വിഷ്ണു. ലോകത്തിനപ്പുറം അവിടെ വിഷ്ണു ഇല്ലേ? അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ഈ പുരുഷ സൂക്തത്തിലൊക്കെ പറയുന്ന സൂക്തങ്ങൾ, പിന്നെ ഇല്ലെങ്കിൽ ശ്രുതികളിൽ പറയുന്ന സൂക്തങ്ങൾ, പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദേവി ഇങ്ങനെ പറഞ്ഞു. അപ്പം പാദം, ഈ സൃഷ്ടി ഒന്നായിരിക്കുന്ന ഈ ചൈതന്യത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ സൃഷ്ടിയായിട്ട് അറിയപ്പെടുന്നുള്ളൂ, അനുഭവപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം ചൈതന്യമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സർവവ്യാപി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സൃഷ്ടി എന്തിൽ നിന്നുണ്ടായോ അത്രയും ഭാഗം, അതുമാത്രം അവിടെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ, മനസ്സിനെത്തുന്ന തലത്തിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓം അനേക കോടി ബ്രഹ്മാണ്ഡജന്യ നമഃ, ഇതാണ് ലളിതാ സഹസ്രനാമത്തിലൊരു മന്ത്രം. അനേക കോടി ബ്രഹ്മാണ്ഡം, നമുക്കൊരു ബ്രഹ്മാണ്ഡം സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. അനേക കോടി ബ്രഹ്മാണ്ഡത്തിന് ഏതൊരു ശക്തിയിലാണോ നിൽക്കുന്നത് ആ ശക്തിയാണ് ലളിതാംബിക, ബ്രഹ്മം. അവിടെ ദേവീ രൂപം സങ്കല്പിച്ച് കാരണം ആ പേര് പറഞ്ഞു എന്ന് മാത്രം.
അപ്പോൾ ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഇല്ലെങ്കിൽ ദേശം എന്തിലാണോ, എന്തിൽ നിന്നാണോ ഈ ദേശം ഉണ്ടായത്. ഇനി നമ്മൾ ഉപനിഷത്ത് വിദ്യാർത്ഥികൾ എപ്പോഴും ഓർമ്മിക്കണം, ചിന്തകളുടെ ഗതി ഒന്ന് മാറ്റി വിടണം, എന്നാലേ നമ്മൾ തത്വത്തിലേക്ക് എത്തുള്ളൂ. ഏതൊരു തത്വമാണോ ദേശങ്ങളായിട്ട് പ്രകടമാകുന്നത് അത് ബ്രഹ്മം. ഇപ്പം നമ്മൾ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ, നമ്മളാരെങ്കിലും ഇന്ത്യ രാജ്യം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. അതാണ് സത്യം, നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മൾ കേരളം കണ്ടിട്ടുണ്ട്, മഹാരാഷ്ട്ര കണ്ടിട്ടുണ്ട്, അത് മുഴുവൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. കേരളത്തിൽ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ ഭാരതത്തിലാണ്. കാരണം നമുക്കറിയാം ഭാരതം എന്നൊരു അതിരിൻ്റെ ഉള്ളിലാണ് ആ സ്ഥലങ്ങൾ നിൽക്കുന്നത്. അത് കാരണം നമുക്ക് പറയാം ഞാൻ ഭാരതത്തിലാണ്. ഇവിടെ ദേശം എന്ന അതിരുകളേ ഇല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതൊക്കെ ബ്രഹ്മം തന്നെയാണ്. എവിടെയൊക്കെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ സങ്കല്പങ്ങളൊക്കെ ഓടി നടക്കുന്നത്, മനസ്സിൻ്റെ എല്ലാ സങ്കല്പങ്ങളും ഓടി നടക്കുന്നത്, ചിന്തകൾ ഓടി നടക്കുന്നത് ബ്രഹ്മത്തിലാണ്. അതിരുകൾ മനുഷ്യ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. അത് അറിവില്ലായ്മയാണ്. അതിരുകളില്ല എന്ന് പറയുമ്പോൾ അനന്തം, അങ്ങനെ അനന്തമായിരിക്കുന്നതാണ് ബ്രഹ്മം. ഇത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളതാണ്, എപ്പോഴും നോക്കാനുള്ള കാര്യം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു അതിരിട്ടത് കാരണം 2 രാജ്യമായത്. അവിടെ അതിരില്ലായിരുന്നെങ്കിലോ ഒന്നാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും അതിരുകൾ പോയി എന്ന് വിചാരിക്കാം, അപ്പോഴെന്തായിരിക്കും, എല്ലാം ഒന്നായിട്ടിരിക്കും. അപ്പം അതിരുകളില്ലാത്തത് എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നായിരിക്കുന്ന അവസ്ഥ, എല്ലാം ഒന്നായിരിക്കുന്നത്, അത് ആനന്ദം. ഇതാണ് പറയുന്നത്. കാലദേശ വസ്തു രൂപങ്ങളായിട്ടിരിക്കുന്നു. വസ്തു എന്ന് പറയുന്നത് രൂപങ്ങളാണ്, ഓരോ രൂപം. ആ രൂപം അവിടെ ഇപ്പോൾ ഒരു പെന്ന് ഞാൻ കാണിച്ചത്, ആ പെന്നിൽ മാത്രമേ പെന്നുള്ളൂ, പെന്നിൻ്റെ പുറത്ത് പെന്നില്ല. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെ അതിരുകളില്ല എന്നാണ്. അപ്പം ഓരോ വസ്തുവിൻ്റെയും അടിസ്ഥാന ഘടകം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് പോയാൽ എന്താണോ അത് ബ്രഹ്മം. ഇപ്പോൾ ഒരു പെന്ന് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം, പ്ലാസ്റ്റിക്, അതിൻ്റെ തന്മാത്രകൾ, അതിൻ്റെ ഉള്ളിലേക്ക് പോയ ആറ്റം, അതിൻ്റെ ഉള്ളിലേക്ക് പോയ പ്രോട്ടോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മാറ്റർ, എനർജി, അതിൻ്റെ ഉള്ളിലേക്ക് പോയ എന്താണ്, ഇതുവരെ എത്തിയിട്ടില്ല. എന്നെങ്കിലും എത്തിയാൽ എല്ലാ വസ്തുവിൻ്റെയും ഉള്ളിൽ ഈ സാധനമായിരിക്കും. എല്ലാ വസ്തുവിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ വസ്തുക്കൾ മാത്രമല്ല, ഈ വായു, ആകാശം, ഭൂമി എല്ലാം എടുത്തു നോക്കിയാൽ, ഈ കാണുന്ന ശരീരം, അങ്ങനെ ആ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിരുകളുണ്ടോ? അന്നേരം അതിരുകളില്ല. ഇപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വർണത്തിനെ നമ്മൾ കാണും, ആഭരണങ്ങളായിട്ട് കാണണം. വളയുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്, മൂക്കുത്തിയുണ്ട്, പാദസരം ഉണ്ട്, അരഞ്ഞാണുണ്ട്, എന്തൊക്കെ ആഭരണം ഉണ്ടോ അതെല്ലാം ഉണ്ട്. ആഭരണങ്ങളുടെ തലത്തിൽ കൂടെ കാണുമ്പോൾ അതെല്ലാം വിവിധ ആഭരണങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മൾ അത് സ്വർണമാണ് എന്നറിഞ്ഞ് നോക്കിയാലോ, കാണപ്പെടുമ്പോൾ വിഭിന്നമായിട്ട് കാണപ്പെടുമെങ്കിലും അറിവിൻ്റെ തലത്തിൽ എല്ലാം സ്വർണമാണ്. സ്വർണത്തിന് അതിരുകൾ ഉണ്ടായിട്ടില്ല അവിടെ. സ്വർണം, ഇതെടുത്താലും സ്വർണം, അതെടുത്താലും സ്വർണം, അതെടുത്താലും സ്വർണം, ഏതെടുത്താലും സ്വർണം. അങ്ങനെയാകുമ്പോൾ സ്വർണം മാത്രമേ അവിടെയുള്ളൂ. ഇതുപോലെ ഓരോ വസ്തുവിൻ്റെയും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് എന്താണോ, കാര്യകാരണ സിദ്ധാന്തം എന്നൊരു സംഭവമുണ്ട്. കാര്യകാരണ സിദ്ധാന്തം, എന്തൊന്നാണോ മറ്റൊന്നായിട്ട് കാണപ്പെടുന്നത്, കാണപ്പെടുന്നതിനെ കാര്യമെന്നും എന്താണോ കാര്യമായി മാറിയത് അതിനെ കാരണം എന്നും പറയും. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മണ്ണും കുടവുമാണ് പറയാം. നമ്മൾ കുടം കാണും, കുടം എന്നൊരു സാധനം നമ്മൾ കാണുന്നുണ്ട്. കുടം കാര്യമാണ്. എന്താണ് കാരണം? കാരണം എന്ന് പറഞ്ഞാൽ റീസൺ എന്ന അർത്ഥത്തിലല്ല കേട്ടോ. എന്താണോ കുടമായി മാറിയത് അതിന് പറയുന്ന പേര് കാരണം. മണ്ണാണ് കുടമായിട്ട് മാറിയിരിക്കുന്നത്. കുടമാകുന്നതിന് മുമ്പും മണ്ണുണ്ട്, കുടമായിരിക്കുമ്പോഴും മണ്ണുണ്ട്, കുടം പൊട്ടിക്കഴിഞ്ഞാലും മണ്ണുണ്ട്. മണ്ണിന് മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുടം എന്നുള്ളത് മണ്ണിന് താൽക്കാലികമായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയൊരു രൂപമാണ്. അതെപ്പോഴും മണ്ണ് തന്നെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുടം എന്നൊരു വസ്തു നമ്മളുടെ അറിവിൻ്റെ തലത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കുടമായി രൂപപ്പെട്ടപ്പോഴും കുടമല്ലാതെ ആയപ്പോഴും ഉള്ളത് മണ്ണാണ്.
ഇങ്ങനെ ഓരോ വസ്തുവിൻ്റെയും അടിസ്ഥാനം കാര്യകാരണ സിദ്ധാന്ത പ്രകാരം പോകുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരുമോ അവിടെ ഒരതിരും ഉണ്ടാവില്ല. ഓരോ മനുഷ്യ ശരീരം എടുത്തു നോക്കിയാൽ നമുക്കിതിങ്ങനെ കാണാം. നമ്മൾ പല എന്താ പറയുക, മാംസമായിട്ടും രക്തമായിട്ടും അസ്ഥിയായിട്ടൊക്കെ വേറെ വേറെ ആയിട്ട് കാണും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് അന്വേഷിച്ച് പോയാലോ കുറേ കെമിക്കലുകൾ ചേർന്ന് നിൽക്കുന്നതാണ് ഇതൊക്കെ. ഓരോ സെല്ല് എടുത്തു നോക്കിയാലും കെമിക്കലാണ്, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലോ എല്ലാം ഒരേ സ്ഥലത്തിലാണ് നിൽക്കുന്നത്. എല്ലാ ശരീരവും, മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ബാക്കി കീടങ്ങളും ഒക്കെ കെമിക്കൽ കോമ്പിനേഷനാണ്. ആ തലത്തിൽ നോക്കുമ്പോൾ അതിരുകളേ ഉണ്ടായിട്ടില്ല. ഓരോ വസ്തുവിനെ നോക്കിയാൽ ഈ തലത്തിൽ നോക്കുമ്പോൾ അതിരുകളേ ഉണ്ടായിട്ടില്ല. താൽക്കാലികമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് അനുഭവമാണ്. നമ്മളെ അനുഭവം മാത്രമേ ഉള്ളത്. അതുകൊണ്ട് പറയുന്നു, ഇങ്ങനെ അതിരുകളില്ലാത്ത എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊരു ചൈതന്യമാണ് അതിരുകളാൽ വിഭജിക്കപ്പെട്ടതായി കാണപ്പെടുന്നത്, ഒന്നും കൂടി പറയാം, ഏതൊരു ചൈതന്യമാണോ അതിരുകളാൽ വിഭജിക്കപ്പെട്ടതായി കാണപ്പെടുന്നത്, അനുഭവപ്പെടുന്നത്, അത് വസ്തുപരിച്ഛേദ ശൂന്യം.